ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله بنعمته تتم الخيرات وتتحقق الصالحات. ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الصلاة والسلام عليك يا سيدنا يا رسول الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين وسلم تسليما كثيرا كثيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. صدق الله العلي العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. खुदी को कर बुलंद इतना कि हर तकदीर से पहले खुदा बंदे से खुद पूछे बता तेरी रिजा क्या है. बसारत खो गई लेकिन बसीरत तो सलामत है. मदीना हमने देखा है मगर नादीदा नादीदा. मदीना जाके हम समझे तक़द्दुस किसको कहते हैं. हवा पाकीज़ा पाकीज़ा फिज़ा संजीदा संजीदा. ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന ഇന്ന് ഞങ്ങൾക്കൊക്കെ നല്ല സുഭിക്ഷമായ ആഹാരം നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട മുഹമ്മദ് അമീൻ അസ്ഹരി അവർകളെ, വേദിയിലും സദസ്സിലുമൊക്കെ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്. ഞാനിവിടെ വരുമ്പോൾ സംസാരിച്ച നിങ്ങളുടെ നാട്ടുകാരൻ യൂസുഫ് ഹുദവി ദാറുൽ ഹുദയിലെ അധ്യാപകനും നല്ലൊരു ട്രെയിനറുമാണ്. എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ചിരപരിചിതരായ സഹപ്രവർത്തകരുണ്ട്. നമ്മുടെ അബ്ദുൽ ഗഫൂർ സാഹിബ് പോയോ? എവിടെ ഗഫൂർക്ക്? എവിടെ? അദ്ദേഹം, ഞാൻ അദ്ദേഹത്തെ കണ്ട ഉടനെ തന്നെ മുഖത്ത് വലിയൊരു ഭാരം എന്തോ ഇങ്ങനെ ഇറക്കി വെക്കുന്നതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. അള്ളാഹു അവരുടെയൊക്കെ ഹിദമാത്തുകളെ കബൂലാക്കട്ടെ. അങ്ങനെ കുറേ
സുപരിചിതരായ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും കൂട്ടുകാരും ഒക്കെ ഉണ്ട്, സഹോദരിമാർ. ജീവിതത്തിലെ ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളിലൊന്നായി അള്ളാഹു ഈ സംഗമത്തെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്ന് ആമീൻ പറയൂ. ഇത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ചെറുതും വലുതുമായ ദോഷങ്ങളെ അള്ളാഹു തആല നമുക്ക് മാപ്പാക്കി തരട്ടെ. പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ സ്ഥലമൊക്കെ വാങ്ങി അതിൻ്റെ ആ ഒരു സാമ്പത്തിക സമാഹരണം നടത്തി അതിങ്ങനെ പൂർത്തിയാക്കാനുള്ള വലിയൊരു ഒരുക്കത്തിലാണുള്ളത്. അതിലേക്ക് ആരൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്തുവോ അവരുടെയൊക്കെ ഉദ്ദേശ്യങ്ങൾ, പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയവരുടെ പേരിലൊക്കെ തരുന്നത് അള്ളാഹു അവരുടെ ഖബറുകളിലേക്ക് വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരു ദിവസമേ ഇവിടെ വാർഷിക പരിപാടി ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഈ പരിപാടി ആദ്യം ഏറ്റിരുന്നത് ശനിയാഴ്ചയായിരുന്നു, പിന്നെ അത് വെള്ളിയാഴ്ചയാക്കി ചില കാരണങ്ങളാൽ മാറ്റിയതാണ്. അപ്പൊ സ്വാഭാവികമായി ഒരു ദിവസം മാത്രമാകുമ്പോൾ ആ സദസ്സിന്റെ ശക്തമായ ഒരു ലക്ഷ്യം മജ്ലിസുന്നൂർ ചൊല്ലി യാസീൻ ഓതി ദുആ ചെയ്യുക എന്നുള്ളതാണ്. ദുആ അവസാനം നടക്കും. അപ്പൊ അതിന്റെ മുൻപ് ആ ദുആ സ്വീകരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ കേൾക്കുമ്പോൾ വിചാരിക്കുന്ന രൂപത്തിലാവുകയില്ല, അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡം പറച്ചിലാവുകയില്ല ഈ സംസാരത്തിന്റെ പൂർണ്ണത എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരിക്കൽ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം സഹാബികളിൽ ആരോ ഓതി നബിയുടെ മുമ്പിൽ ആ വചനം ഓതപ്പെട്ടു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ. ജനങ്ങളെ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് ഉത്തമമായതും അനുവദനീയമായതും മാത്രമേ നിങ്ങൾ ആഹരിക്കാൻ പറ്റൂ, നിങ്ങൾ ഉപയോഗിക്കാനും കഴിക്കാനും പറ്റൂ. അതല്ലാത്തത് മുഴുവൻ പൈശാചികമായ വഴികളിൽപ്പെട്ടതാണ്. അവന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. ഈ വചനമോദി അള്ളാഹുവിന്റെ ഹബീബ് ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോ മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. അതൊരു ബുദ്ധിപരമായ ആവശ്യം കൂടിയാണ്. നബിയേ, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബദ് ദഅവ. ദുആക്ക്, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ഒരാളാകാൻ, ഞാൻ അങ്ങനെ ഒരാളാകാൻ, അള്ളാഹു എന്നെ അങ്ങനെ ഒരാളാക്കാൻ അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നതായിരുന്നു ആ ആവശ്യം. അത് നല്ല സുഖമുള്ളൊരു പരിപാടിയാണല്ലോ. എന്റെ മുറാദ് ഹാസിലാക്കാൻ, അല്ലെങ്കിൽ എന്റെ ആഗ്രഹം നേടിത്തരാൻ എന്നുള്ളതൊന്നുമല്ല. ഞാൻ അള്ളാഹുവിനോടൊരു കാര്യം തേടിയാൽ ആ തേട്ടം അള്ളാഹു സ്വീകരിച്ച് അതിന് ഉത്തരം തരാവുന്ന സാഹചര്യം എനിക്കുണ്ടാകണം നബിയേ. അങ്ങനെ സ്വീകാര്യത എനിക്ക് ലഭ്യമാകുന്നതിനാണ് അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞു കൊടുത്ത മറുപടിയും വളരെ ചിന്തോദ്ദീപകമാണ്. സംഗ്രഹിച്ചു പറയുകയാണെങ്കിലും ജീവിതത്തിൽ ആകമാനം പുലർത്തേണ്ട പ്രധാനപ്പെട്ട ഒരു സവിശേഷമായ സ്വഭാവമാണ്. എന്താ പറയുന്നത്? അതാണ് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള മാനദണ്ഡമായി പറഞ്ഞത്. നീ എന്താണോ കഴിക്കുന്നത്, നിന്റെ ആഹാരം എന്താണോ, നിന്റെ അകത്തേക്ക് നീ കഴിക്കുന്നത് എന്താണോ,
അതിനെ നീ ഉത്തമമാക്കുക, നല്ലതാക്കുക, നിഷിദ്ധമായതിൽ നിന്ന് പരിപൂർണമായും മുക്തമായതാക്കുക. ഇത് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഒരു താക്കീത് നൽകുകയാണ്. ഏതെങ്കിലും ഒരാൾ അവന്റെ വായിലേക്ക് ഭക്ഷണത്തിന്റെ ഒരു ഉരുള ഹറാമായ രീതിയിൽ അവനത് പ്രവേശിപ്പിച്ചവനത് അവന്റെ അകത്തേക്ക് എത്തിച്ചാൽ അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയേ ഇല്ല. 40 ദിവസക്കാലത്ത് അവന്റെ ഒരു കർമ്മവും അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയേ ഇല്ല. വീണ്ടും പറയുകയാണ്, അങ്ങനെ ഒരാൾ ഭക്ഷണം കഴിച്ച് അവന്റെ മാംസം ആ ഹറാമിലൂടെയാണ് വളർന്നത്. അവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്താ നിഷിദ്ധമായ ഭക്ഷണത്തിന്റെ അംശത്തിലൂടെയുള്ള വളർച്ച നേടിയ മാംസഭാഗങ്ങളുണ്ട് എങ്കിൽ അവന്റെ ആ ശരീരം നരകത്തോടാണ്, നരകത്തിന്റെ തീയോടാണ് ഏറ്റവും അടുത്തത് എന്ന് പറയുന്നുണ്ട് ഹബീബായ സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഒരു കാര്യം, നമ്മളൊക്കെ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നവരാണ്, അള്ളാഹുവിനോട് അഭയം തേടുന്നവരാണ്, അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തേടാൻ ആഗ്രഹിക്കുന്നവരാണ്. യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. ജനങ്ങളെ, നിങ്ങൾ മുഴുവൻ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. അങ്ങനെ ആവശ്യങ്ങൾ തേടിയാൽ അത് മുഴുവൻ നിങ്ങൾ ചോദിക്കുന്നതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഗനിയും ഹമീദുമാണ് അല്ലാഹു. എല്ലാം കഴിയുന്നവൻ, എല്ലാം ഉൾക്കൊണ്ടയാൾ, എല്ലാ സങ്കേതങ്ങളുടെയും എല്ലാ നന്മകളുടെയും സങ്കേതമായ ആളാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ആ തമ്പുരാനായ റബ്ബിനോട് നിങ്ങൾ കാര്യങ്ങൾ തേടുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകണമോ? നിങ്ങൾക്ക് ഈ ലോകത്ത് സമാധാനത്തോടെയുള്ള ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ അതിന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ശക്തമായ നിലപാടിന്റെ ഭാഗമായി പറയുന്ന കാര്യം ജീവിതത്തിൽ പുലർത്തുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നാണ് ഈ സദസ്സിൽ വെച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ആ ഭക്ഷണം, ആ റിസ്ക്. റിസ്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ശരിക്കും ഭക്ഷണം എന്ന് മാത്രമല്ല, അത് അത്ഭുതകരമായ ഒരു പ്രയോഗമാണ് ഖുർആനിലെ റിസ്ക് എന്ന വാക്ക്. എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ? ഭക്ഷണം മാത്രം നമ്മൾ അതിന്റെ അർത്ഥമായി സങ്കല്പിച്ചാൽ, അർത്ഥമായി സ്വീകരിച്ചാൽ മറ്റു പല കാര്യങ്ങളും അതിൽ നിന്ന് ഒഴിഞ്ഞുപോകും. ഖുർആനിൽ ഒരുപാട് ചിന്തകളും വലിയ ആശയങ്ങളും നൽകുന്ന ഒരു വാക്കാണ് റിസ്ക്. അത് കാരണത്താൽ നമ്മളൊക്കെ നമ്മളുടെ സാധാരണ സംസാരങ്ങളിൽ റിസ്ക് എന്ന പദം പ്രയോഗിക്കാറുണ്ട്. നമ്മൾ തന്നെ പറയും, എന്റെ റിസ്ക് ഇപ്പൊ അവിടെയാണ്. ഗൾഫിൽ പോകുന്ന ആളോട് പറയും, അവിടെയാണല്ലോ ഇപ്പൊ റിസ്ക്. ഗൾഫിൽ നിന്ന് വിസ ക്യാൻസൽ ആയാൽ അയാളോട് പറയും, അവിടുത്തെ റിസ്ക് തീർന്നിട്ടുണ്ടാവും, ഇനി നീ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. സാധാരണ നമുക്കിടയിൽ ഒരു മലയാള ഭാഷയിൽ പറയുന്ന ഒരു വാക്കുപോലെ പറയുന്ന ഒരു പദമാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, ഭക്ഷണം മാത്രമല്ല അതിന്റെ ആശയം. ഈ ലോകത്ത് മനുഷ്യരായ നമുക്കെന്നല്ല, ജീവജാലങ്ങൾക്ക് എന്നല്ല, ഈ ഭൗതിക ലോകത്ത് ഏതൊരാൾക്കും അവയുടെ ജീവിതത്തിന് ആവശ്യമായ എന്തെല്ലാം പശ്ചാത്തലങ്ങളുണ്ടോ, ഏതെല്ലാം തരത്തിലുള്ള വിഭവങ്ങൾ വേണമോ, അതിനെ സംബന്ധിച്ചെല്ലാം റിസ്ക് എന്ന പ്രയോഗമാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നടത്തിയിട്ടുള്ളത്. നമ്മളിപ്പോ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ചിലപ്പോ ചില ദൃശ്യങ്ങൾ കാണും. അത് കാണണോ കാണണ്ടേ, അതിലൂടെ വരുന്നത് വിജ്ഞാനമാണോ വിനോദമാണോ അതോ നമ്മളുടെ സമയം കളയുന്ന എന്തെങ്കിലും കാര്യങ്ങളാണോ എന്നുള്ള കാര്യം മറ്റൊരു ചർച്ചയാണ്. ഞാൻ ഈ അടുത്തൊരാൾ എനിക്കിങ്ങനെ അയച്ചു തന്ന ഒരു ദൃശ്യം കണ്ടപ്പോൾ വലിയ കൗതുകം തോന്നി. എന്താണ് അതിൽ പറയുന്നത്? ഓരോ മനുഷ്യന്റെയും മുഖത്ത്, നമ്മളുടെ ഈ മുഖത്തെ തൊലിയുടെ താഴ്ഭാഗത്തായിട്ട് അനേകം കോടി സൂക്ഷ്മജീവികളുണ്ട് എന്നതാണ് ആ വീഡിയോയിൽ പറയുന്നത്. അത് മാത്രമല്ല, മൈക്രോസ്കോപ്പിലൂടെ ആ ജീവജാലങ്ങളെ നമ്മൾ നോക്കിയാൽ ഞെട്ടിപ്പോവും. എന്താ? അവക്ക് വലിയ കൊമ്പുകളുണ്ട്, വലിയ കാലുകളുണ്ട്,
കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് അവയുടെ രൂപമുള്ളത്. പക്ഷേ നോക്കിയാൽ കാണുകയില്ല, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കാണുകയില്ല. നമ്മളുടെ ഈ ശരീരത്തിന്റെ നിലനിൽപ്പിന്, നമ്മളുടെ തൊലിയുടെ ആരോഗ്യത്തിന്, നമ്മളുടെ ഞരമ്പുകളിൽ രക്തങ്ങൾ ഇങ്ങനെ സജീവമായി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിന് അത്തരം ജീവജാലങ്ങൾ, കോടാനക്കോടിക്കണക്കിന് ജീവജാലങ്ങൾ നമ്മളുടെ ശരീരത്തിൽ നിരന്തരമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാ പറയുന്നത്. ആ ജീവജാലങ്ങളിൽ പലതും മരിച്ചു പോകുന്നുണ്ട്, ആ ജീവജാലങ്ങളിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവക്ക് നിലനിൽക്കണമെങ്കിൽ റിസ്ക് ആവശ്യമുണ്ട്. അതിനെ സംബന്ധിച്ചും റിസ്ക് എന്നല്ലേ പറയുക. അതാണ് അല്ലാഹു പറയുന്നത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയുടെ മുകളിലുള്ള ഒരു ജന്തുവുമില്ല അല്ലാഹു അവക്ക് ആവശ്യമായ വിഭവങ്ങളെ ഏറ്റെടുത്തിട്ടല്ലാതെ. അവക്കുള്ള താമസ സൗകര്യങ്ങൾ, അവക്ക് കഴിക്കുവാനുള്ള ഭക്ഷണങ്ങൾ, അത് എത്ര അളവിലാണോ കഴിക്കേണ്ടത് അത് തമ്പുരാനായ നാഥൻ അറിയാം. വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ. അവ എവിടെയാണ് ഭക്ഷണം കഴിക്കേണ്ട താവളം? നമ്മളുടെ മുഖത്താണെങ്കിൽ അത് അല്ലാഹുവിനറിയാം. ഏതെങ്കിലും ധാന്യങ്ങളാണ് അവ കഴിക്കേണ്ടതെങ്കിൽ അത് അല്ലാഹുവിനറിയാം. എങ്ങനെയാണ് ജീവജാലത്തിന് അത് കഴിക്കുവാനുള്ള വഴി തേടേണ്ടത് എന്നും അല്ലാഹുവിനറിയാം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന മനോഹരമായ ഒരു ഹദീസ് ഉണ്ടല്ലോ, അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ വേണ്ട രീതിയിൽ അല്ലാഹുവിന്റെ മേലിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഭരമേൽപ്പിക്കുകയാണ് എങ്കിൽ, ഈമാനുള്ള ആൾക്കാർ ഈമാന്റെ ഒപ്പം വേണ്ട ഒരു ഗുണാണ് എന്ത്? തവക്കുല് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. അയാൾ ജോലി ചെയ്യുന്നുണ്ട്, അയാൾക്ക് ശമ്പളം കിട്ടും, അല്ലെങ്കിൽ വൈകുന്നേരം കൂലി കിട്ടും. കൂലി കിട്ടണമെങ്കിൽ അയാൾ ആ ജോലി ചെയ്യണം. ഈ ജോലിക്ക് പോകാൻ, ആ ജോലി ചെയ്യാനുള്ള ആഫിയത്ത്, ആ ജോലിയുടെ ഇടയിൽ ഭക്ഷണം കഴിക്കാനുള്ള കഴിവ്, ഇങ്ങനെ അനേകായിരം സംഗതികൾ നടക്കുമ്പോഴാണ് ഈ ജോലിയും അതിന്റെ കൂലിയൊക്കെ ഉണ്ടാകുന്നത്. അഥവാ എല്ലാ കാര്യവും അല്ലാഹുവിലൂടെയാണ് നടക്കുന്നത്. ആ ജോലി സ്ഥലത്തേക്ക് എത്താൻ അയാൾക്ക് വാഹനത്തിൽ പോകണം. ആ ജോലി സ്ഥലത്തെത്തിയിട്ട് ആ ജോലി ചെയ്യാനുള്ള പശ്ചാത്തലം അയാൾക്കുണ്ടാകണം. ഉദാഹരണം പറഞ്ഞതാണ്, എന്ത് കാര്യമാണെങ്കിലും ജോലി എന്നല്ല, ഈ വഅള് എന്നല്ല, ഈ സംഘാടനം എന്നല്ല, എന്ത് കാര്യത്തിന്റെയും ഭൗതികമായ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഈമാനുള്ള ആളുകൾ ആ കാര്യം അല്ലാഹുവിൽ സമർപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നിങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങളും അല്ലാഹുവിനെ സമർപ്പിക്കേണ്ട രൂപത്തിൽ സമർപ്പിച്ച് അല്ലാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിച്ചാൽ ഏതായാലും അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്ത് കളയാം എന്നല്ല. ഇനി ദുആ ചെയ്താൽ തന്നെ അത് സ്വീകരിക്കപ്പെടുമോ എന്നല്ല. അത് ദുആ ചെയ്തത് കൊണ്ട് എന്ത് കാര്യമെന്നല്ല. ഞാൻ ചോദിക്കുന്നത് എന്റെ റബ്ബിനോടാണ്. ഞാൻ ഈ തേടുന്ന കാര്യം അല്ലാഹു സ്വീകരിക്കുന്നതാണ്. എന്റെ ദുആ കേൾക്കുന്നവനാണ് അല്ലാഹു. ആ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് നൽകുമെന്ന സമ്പൂർണമായ ആ സമർപ്പണ മനോഭാവത്തോടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവിടുന്ന് പറയുകയാണ്, തുർസഖൂന കമാ തുർസഖുത് തുയൂർ. പക്ഷികൾ ആഹാരം നൽകപ്പെടുന്നത് പോലെ നിങ്ങളും ആഹാരം നൽകപ്പെടുന്നവരായി മാറും. നിങ്ങൾക്ക് അതിന്റെ കാര്യത്തിൽ ബേജാറാകേണ്ട കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ടാവേണ്ട സംഗതിയില്ല. ഒരാശങ്കയും നിങ്ങൾക്ക് ആ വിഷയത്തിൽ വെക്കേണ്ട കാര്യമുണ്ടാവുകയില്ല. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ആവശ്യമായ ആഹാരത്തിനുള്ള വഴികൾ അല്ലാഹു ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് അല്ലാഹു ആ പക്ഷികളുടെ ഗുണം പറയുകയാണ്, തഗ്ദൂ ഖിമാസം വതറൂഹു ബിതാനാ. രാവിലെ കൂട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒട്ടിയ വയറുമായിട്ടാണ് അവ ആഹാരം തേടി ഇറങ്ങുന്നത്. അവക്കുള്ള ധാന്യങ്ങളുടെ അടുക്കൽ അവ എത്തുന്നു. അവ ജോലി ചെയ്തിട്ടില്ല, പാത്തു വെച്ചിട്ടില്ല. അവക്കുള്ള പുഴുക്കളുടെ സമീപത്തേക്ക് അവ എത്തുന്നു. അവക്കുള്ള പഴങ്ങളുടെ സമീപത്തേക്ക് അവ എത്തുന്നു.
വൈകുന്നേര സമയമാകുമ്പോഴേക്ക് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവക്കാവശ്യമായ മുഴുവൻ ആഹാര സാധനങ്ങളും നൽകി അവ കൂടണയുകയും ചെയ്യുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? സൂക്ഷ്മമായി കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത ജീവജാലങ്ങൾ മുതൽ പക്ഷികളും പറവകളും മുതൽ മരുഭൂമികളിൽ കഴിയുന്ന കണ്ണെത്താ ദൂരത്തോളമുള്ള വലിയ കാട്ടകങ്ങളിൽ കഴിയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടുകളിൽ താമസിക്കുന്ന ഇങ്ങനെയുള്ള കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് ആവശ്യമായ താമസ സ്ഥലങ്ങളും വിഭവങ്ങളും ആഹാര സൗകര്യങ്ങളും എല്ലാം നൽകുന്നവനാണ് റസ്സാഖായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ജീവജാലങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠരായ നമുക്കും അഥവാ മനുഷ്യ സമൂഹത്തിനും റഹ്മാനായ റബ്ബ് അത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ നടക്കാൻ തീരുമാനമെടുത്തവനാണ്. ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? അത് മുഴുവൻ അല്ലാഹുവിന്റെ ദാനമാണ്. ഇത് മാത്രമാണ്, ഭക്ഷണം മാത്രമാണെന്നല്ല. ദുനിയാവിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഈമാന് വേണ്ടേ? ഇപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു വലിയ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഈമാനാണ്. ആ ഈമാൻ അല്ലാഹുവിന്റെ റിസ്ഖിന്റെ ഭാഗമാണ്. ആത്മീയമായ റിസ്ഖാണത്, ആത്മാവിന് നൽകുന്ന റിസ്ഖാണത്. നമുക്ക് അല്ലാഹു തആല നൽകുന്ന ജ്ഞാനമുണ്ടല്ലോ, ഇൽമുണ്ടല്ലോ, അത് അല്ലാഹു തആല നൽകുന്ന റിസ്ഖാണ്. അല്ലാഹു അത് ഓരോരുത്തർക്കും പല രൂപത്തിലാണ് നൽകാറുള്ളത്, പല അളവിലാണ് നൽകാറുള്ളത്. പടച്ച തമ്പുരാൻ ഓരോ മനുഷ്യനും നൽകുന്ന സ്വഭാവമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റിസ്ഖാണത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രകൃതി, നമുക്ക് പെരുമാറുവാനുള്ള കഴിവ്, നമ്മളുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുവാനുള്ള നമ്മുടെ ചിട്ടകള്, ഇതൊക്കെ അല്ലാഹു തമ്പുരാൻ ഓരോ മനുഷ്യനും നൽകുന്ന റിസ്ഖാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, നമുക്ക് അല്ലാഹു തആല നൽകുന്ന ഇണ, നമ്മളുടെ ഭാര്യ, അല്ലാഹു തമ്പുരാൻ നൽകുന്ന റിസ്ഖ്, ആ റിസ്ഖ് നല്ല റിസ്ഖാവാൻ ചോദിക്കണം എന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ സാധാരണ നിക്കാഹിന്റെ ഖുതുബയിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ മൻ തസവ്വജ ഇംറഅതൻ, എന്താ പറയാനുള്ളത്? ഫഖദ് അഹ്റസ തുലുസൈ ദീനി, അവന്റെ ദീനിന്റെ വലിയ ഒരു ഭാഗം ആ കല്യാണത്തിലൂടെ അവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംരക്ഷണമായി നൽകിയിരിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പെണ്ണിനെ എന്നുള്ളതല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ച് നേടിയെടുക്കേണ്ടത് ചെറുപ്പക്കാരെ, നിങ്ങളെ ദീനിനെ സഹായിക്കുന്ന ഒരു ഇണയായിരിക്കണം, നിസ്കാരത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ഭാര്യയായിരിക്കണം, നിങ്ങളെ ഹജ്ജിന് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന, അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇണയായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് അല്ലാഹു നൽകുന്ന റിസ്ഖിൽ ഏറ്റവും നല്ല റിസ്ഖായി നമ്മുടെ ഇണ മാറുന്നത്. മക്കളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. എല്ലാം നമ്മളുടെ ഈമാനിന്റെ വലിയ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത് കാര്യങ്ങളൊന്നും പലപ്പോഴും ദൗർഭാഗ്യവശാൽ നമ്മുടെ ചിന്തകളിലൂടെ കടന്നു വരാറുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഈ അടുത്ത് ഒരു ത്വലാഖുമായി ബന്ധപ്പെട്ട ഒരു സംസാരത്തിൽ ഇങ്ങനെ നമ്മൾ പങ്കെടുക്കേണ്ടി വന്നു. വല്ലാത്ത വിഷമമുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അപ്പൊ എന്താണ് ഈ പെൺകുട്ടി ആ കല്യാണത്തിൽ ഇനി തുടർന്ന് ആ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തവൾ എന്നതിന്റെ കുറെ കാരണങ്ങൾ ഇങ്ങനെ പറയാൻ. കുറ്റപത്രം വായിക്കുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോകും. പടച്ചോനെ, ഇതൊക്കെ ഒരു കുറ്റാണോ എന്ന് നമ്മൾ ചിന്തിക്കും. അള്ളാഹിനോട് എപ്പോഴും കാവൽ തേടുന്ന ഒരു സംഗതിയാണത്, നമ്മളുടെ വീട്ടിലും കുടുംബത്തിലൊന്നും ഈ രീതിയിലുള്ള ഗുലുമാലുകൾ ഇല്ലാതിരിക്കാൻ. അപ്പോ ഈ പെൺകുട്ടി അതിന്റെ കാരണങ്ങൾ ഇങ്ങനെ പലതും നമ്മൾ ഈ മധ്യസ്ഥന്മാരായിരിക്കുന്ന ആളുകളോട് പറയുമ്പോൾ ഒരിക്കൽ പറയാണ്, അമ്മായിയുമ്മ ഇവളെ പ്രസവിക്കാത്തവൾ എന്നതിന് സാധാരണ വിളിക്കുന്ന ഒരു പദം വിളിച്ച് അധിക്ഷേപിച്ചു പോൽ. തന്നെയുമല്ല, അവളെ സംബന്ധിച്ച് അയൽവാസികളോട്, കുടുംബങ്ങളിലുള്ളവരോടൊക്കെ ഇവൾക്ക് പ്രസവിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞവളെ അപഹസിക്കുകയും ചെയ്യാറുണ്ടത്രേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ പറഞ്ഞ അധിക്ഷേപം എന്ന് പറഞ്ഞാൽ ഈമാനുള്ള ഒരാളിൽ നിന്ന് അങ്ങനെ വരൂലല്ലോ, അത് മുഅ്മിൻ അല്ലാത്തവരിൽ നിന്നാ വരിക. ആ സഹോദരി മുഅ്മിനാണോ അല്ലേ എന്നുള്ളതല്ല നമ്മുടെ ചർച്ച. അങ്ങനെയുള്ളവരുടെ സ്വഭാവമാണത്. അല്ലാഹുവിന്റെ നിയന്ത്രണം, പടച്ചവന്റെ തീരുമാനം. മക്കളാരാവണം? ആണാവണോ പെണ്ണാവണോ, രണ്ടാള് വേണോ മൂന്നാള് വേണോ, ഒക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. നോക്കൂ നിങ്ങൾ, വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, അതിനെക്കുറിച്ച് തന്നെ അല്ലാഹു പറയുകയാണ്. ആകാശഭൂമികളുടെ അധികാരം അല്ലാഹുവിന്റെ അടുക്കലാണ്. യഖ്ലുഖു മാ യശാ,
അള്ളാഹു ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കുന്നു. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു യഹബു ലിമൻ യശാഉ ഇനാസാ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പെൺകുട്ടികളെ നൽകുന്നു എന്നാ പറയുന്നത്. റബ്ബാണത് തീരുമാനിക്കുന്നത്. യഹബു, അള്ളാഹു ഔദാര്യമായി നൽകുന്നു. എനിക്ക് പെൺകുട്ടി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല. വയഹബു ലിമൻ യശാഉ ദുകൂർ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആൺകുട്ടികളെ ഔദാര്യമായി നൽകുന്നു. ആൺകുട്ടികൾ മാത്രമായിരിക്കും ചിലപ്പോ, പെൺകുട്ടികൾ മാത്രമായിരിക്കും ചിലപ്പോ. എന്നാൽ മറ്റു ചില ആളുകൾക്ക് ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസാ. ചില ആളുകൾക്ക് അല്ലാഹു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി നൽകുന്നു. 2 ആൺകുട്ടികൾ 2 പെൺകുട്ടികൾ, 1 പെൺകുട്ടി 2 ആൺകുട്ടികൾ. ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. വയജ്അലു മൻ യശാഉ അഖീമാ. ചില ആളുകൾക്ക് അല്ലാഹു സന്താനോൽപാദനത്തിനുള്ള കഴിവേ നൽകുന്നില്ല. അപ്പൊ ഒരാൾക്ക് മക്കളില്ലെങ്കിൽ അതും, 2 കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അതും, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചുണ്ടെങ്കിൽ അതും, എല്ലാം അല്ലാഹുവിന്റെ ദാനമാണ്. എല്ലാം റബ്ബിന്റെ റിസ്ഖിന്റെ ഭാഗമാണ്. അത്തരം കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുക, അത്തരം കാര്യങ്ങൾ പരിഹാസത്തിന്റെ വാക്കായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിക്കുക ഒരു മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഗതിയാണിത്. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന വിമർശനത്തെ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് കൊണ്ട് അല്ലാഹു തേനിടുകയുണ്ടായത്. എന്താണ്ടായത്? നബിക്ക് അല്ലാഹു നൽകുന്ന മക്കൾ ഓരോരുത്തരും ഇങ്ങനെ മരണപ്പെട്ടു പോവുകയാണ്. അവിടത്തേക്ക് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയിലൂടെ ഉണ്ടായ മക്കളൊക്കെ ഖാസിം എന്നവർ മരണപ്പെട്ടു പോയി, അബ്ദുള്ള എന്നവർ മരണപ്പെട്ടു പോയി. അപ്പൊ ഈ ഖുറൈശികൾ കണ്ടോ, നമ്മളൊക്കെ വലിയ മക്കളുള്ള ആളുകളല്ലേ, നമ്മൾ വലിയ സൗകര്യങ്ങളുള്ള ആളുകളല്ലേ. മുഹമ്മദ് കണ്ടോ, ഇവൻ അള്ളാഹുവിന്റെ നബിയാണ് എങ്കിൽ, റസൂലാണ് എങ്കിൽ, ഇങ്ങനെ മക്കൾ ഉണ്ടായിട്ട് ആ മക്കളൊക്കെ മരിച്ചു പോകുമോ? അള്ളാഹുവിന്റെ റസൂലിനെതിരായി ഇത്രയും വലിയ ഒരു ആരോപണം പറയുമ്പോ പരിശുദ്ധ ഖുർആനിലൂടെയുള്ള തിരുവചനത്തിലൂടെയാണ് അല്ലാഹു തആല അതിനെ നേരിടുന്നത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയെ, അങ്ങേക്ക് ധാരാളം നന്മകൾ തീർച്ചയായും നാം നൽകിയിട്ടുണ്ട്. അങ്ങയുടെ മക്കളിലൂടെ, പേരക്കിടാങ്ങളിലൂടെ ലോകാവസാനം വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അങ്ങയുടെ സന്താന പരമ്പരകളെ നാം നിലനിർത്തുന്ന വിശാലമായ നന്മ നാം അങ്ങേക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് നന്ദി ചെയ്ത് അങ്ങ് നിസ്കരിക്കുക, അങ്ങ് അള്ളാഹുവിന് ആരാധനകൾ ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. എന്നാൽ അങ്ങയുടെ വിരോധികളുണ്ടല്ലോ, അങ്ങേക്കെതിരായി ഈ കുപ്രചാരണം നടത്തിയ ആളുകളുണ്ടല്ലോ, അവരാണ് വാലറ്റുപോയ ആളുകൾ, അവരാണ് സന്താനങ്ങൾ നിലനിൽക്കാത്ത, ആ പേരുകളിൽ ഒരിക്കലും ചരിത്രത്തിൽ അറിയപ്പെടാത്ത ആളുകൾ. നബിയെ കുറിച്ച് മക്കൾ മരണപ്പെടുമ്പോ അവര് പറഞ്ഞിരുന്ന കാര്യം മുഹമ്മദ് നബി അബ്തറാണ് എന്നുള്ളതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതായില്ല. അല്ലാഹു ഹബീബായ നബിക്ക് നൽകിയ മഹദിയായ ഫാത്തിമ ബീവിയിലൂടെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അവിടുത്തെ സന്താന പരമ്പരകൾ വളരുകയും വികസിക്കുകയും സഞ്ചരിക്കുകയും ലോകത്തുള്ള എല്ലാ നന്മകൾക്കും നേതൃത്വം നൽകുകയും ചെയ്തു. എന്നാൽ ഇത് പറഞ്ഞ ആളുകൾക്കോ ഒരിക്കലും അങ്ങനെയുള്ള ഒരു വളർച്ചയോ മുന്നേറ്റമോ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്ന കാര്യം, നമുക്ക് അല്ലാഹു നൽകുന്ന സന്താനങ്ങള്, നമുക്ക് അല്ലാഹു നൽകുന്ന കുടുംബ ബന്ധങ്ങള്, ഈ ഭൗതികമായ ലോകത്ത് റബ്ബ് നമുക്ക് എന്തെല്ലാം ജീവിത പശ്ചാത്തലങ്ങൾ ഒരുക്കുന്നുണ്ടോ അതെല്ലാം റാസിഖും റസാഖുമായ തമ്പുരാനായ നാഥൻ നമുക്ക് നൽകുന്ന റിസ്ഖിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലാണ് നമ്മൾ ആ കാര്യം സമർപ്പിക്കേണ്ടത്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ള നമ്മെ അറിയിക്കുകയാണ്. റബ്ബ് പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ജാഇഉൻ, നിങ്ങളെല്ലാവരും വിശന്ന ആളുകളാണ്. ഇല്ലാ മൻ അത്അംതു, ഞാൻ ആഹാരം നൽകിയ ആളുകൾ ഒഴികെ. അതുകൊണ്ട് ഫസ്തത്ഉമൂനി, നിങ്ങൾ എന്നോട് ആഹാരം തേടുക.
ഒരിക്കലും ഭൗതിക ലോകത്ത് റബ്ബ് നൽകുന്ന വിശാലത അള്ളാഹുവിലേക്ക് ചേർക്കാതെ പറയാൻ നമുക്കൊരാൾക്കും അവകാശമില്ല. ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് വിളംബരം ചെയ്യുവാൻ, ഞാൻ ഉറക്കമൊഴിച്ച് അധ്വാനിച്ചതാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ, ഇതെന്റെ വകയായി ഞാൻ കാലങ്ങളോളം ഗൾഫിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് പ്രഖ്യാപിക്കുവാൻ ലോകത്തൊരു സമ്പന്നനും ആ ഒരർഹതയില്ല. ലോകത്ത് അങ്ങനെ ഒരാൾക്കും അവകാശമില്ല. കാരണം അയാളെ സമ്പന്നനാക്കിയത്, അയാൾക്ക് സൗകര്യങ്ങൾ നൽകിയത് റഹ്മാനായ റബ്ബ് അയാൾക്ക് നൽകിയ റഹ്മത്തിന്റെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് നൽകിയ റിസ്ഖിന്റെ വിശാലമായ ഔദാര്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനുള്ള നന്ദിയോടെയല്ലാതെ ഒരിക്കലും അത്തരം കാര്യങ്ങളെ പരാമർശിക്കുകയേ ഇല്ല. റിസ്ഖിന്റെ കാര്യത്തിൽ ഒരിക്കലും സ്വന്തം അവകാശപ്പെടാനുള്ള ഒരർഹതയും മനുഷ്യരായ നമുക്കൊരാൾക്കില്ല. ചില ആളുകൾക്ക് അല്ലാഹു തആല വിശാലമായിട്ട് കൊടുക്കും. അത് ഏതൊരാൾക്കും കൊടുക്കും. മുഅ്മിനാവണമെന്നില്ല, വിശ്വാസിയാകണമെന്നില്ല. അല്ലാഹു തആല റഹ്മാനാണല്ലോ. ഇന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. നിശ്ചയമായിട്ടും അല്ലാഹുവാണ് റിസ്ഖിനെ വിശാലമാക്കി നൽകുന്നവൻ. ഈ വിശാലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ദിവസവും നമ്മളുടെ തീന്മേശയിൽ വലിയ വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാവുക എന്നുള്ളതല്ല. നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിണങ്ങുന്ന രീതിയിൽ, നമ്മളുടെ മനസ്സിന് ആശ്വാസം തോന്നുന്ന രീതിയിൽ, നമുക്ക് കഴിക്കാനും നമുക്ക് ജീവിക്കുവാനും തടസ്സങ്ങളില്ലാത്ത രീതിയിൽ അത്തരം കാര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ സജീവമാവുക എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വലിയ സൗകര്യമുണ്ട്, സമ്പത്തുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. പക്ഷേ മുമ്പിൽ കൊണ്ടുവരപ്പെട്ട ആഹാരം കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിലോ, കഴുത്തിലൂടെ ഇറക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് എങ്കിലോ, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിലോ, എന്നാൽ അതൊന്നുമില്ല. എന്താണോ നമുക്ക് ജീവിക്കാൻ വേണ്ടത്, ആ കിട്ടുന്ന കാര്യത്തിൽ നമ്മൾ സംതൃപ്തരാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന് നമ്മൾ നേരം വെളുത്ത് എഴുന്നേറ്റ് ഇന്ന് ഉച്ച സമയത്ത് നിങ്ങൾ കഴിച്ച ആഹാരത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മുമ്പിൽ അത് കൊണ്ടുവെക്കപ്പെടുന്നു, നിങ്ങളത് കഴിക്കുന്നു. ഏത് പ്രയാസമാണ് ആ ഭക്ഷണം നമ്മളുടെ അകത്തേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ നമുക്കുണ്ടായിട്ടുള്ളത്? അതാണ് അല്ലാഹു നമുക്ക് റിസ്ഖിനെ വിശാലമാക്കി തരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എല്ലാവരും ഭയങ്കര സമ്പന്നരായിട്ടല്ല. സമ്പന്നത എന്ന് പറയുന്നത് മനോഭാവത്തിനനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും സമ്പന്നനായിരുന്നില്ലല്ലോ. പക്ഷേ ഹബീബായ നബിയുടെ മനസ്സ് സമ്പന്നനായ ഒരാളുടെ മനസ്സായിരുന്നു. നബി ആഗ്രഹിച്ചിരുന്നത് മിസ്കീനാവാനായിരുന്നു. ഈ ലോകത്തുള്ള സമൃദ്ധികളെയോ ഈ ലോകത്തുള്ള ആനന്ദങ്ങളെയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ നബിയുടെ മനസ്സെന്തായിരുന്നു? വവജദക ആയിലം ഫഅഗ്നാ. അങ്ങ് ദരിദ്രനായിരുന്നുവല്ലോ, അങ്ങ് ഒന്നുമില്ലാത്തയാളായിരുന്നുവല്ലോ. പക്ഷേ അല്ലാഹു തആല അങ്ങയെ ഗനിയാക്കിയില്ലേ? ഫഅഗ്നാ. അങ്ങേക്ക് അല്ലാഹു ഗിന നൽകിയില്ലേ? ഐശ്വര്യം നൽകിയില്ലേ? ആവശ്യമുള്ളത് റസൂലുള്ളാഹിക്ക് ലഭ്യമായിരുന്നു. ആവശ്യാനുസരണം അല്ലാഹു റസൂലുള്ളാഹിക്ക് നൽകിയിരുന്നു. നൽകപ്പെട്ടതെന്തോ അതൊരു പക്ഷേ ഒരു ഗ്ലാസ് വെള്ളമായിരിക്കാം, ചില ദിവസങ്ങളിൽ 2 ഈത്തപ്പഴങ്ങളായിരിക്കാം, ചില ദിവസങ്ങളിൽ ലഭ്യമാകാത്ത ഭക്ഷണം ലഭ്യമാകാത്ത സാഹചര്യങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബ ദിവസം മുഴുവൻ നോമ്പ് നോൽക്കുന്ന ആളായിരിക്കാം. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ആ ദാരിദ്ര്യം കുടിയേറാറുണ്ടായിരുന്നില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തില് അവിടുന്ന് കിടന്നിരുന്ന ആ പായയുടെ ഈത്തപ്പനയോലകൾ കൊണ്ടുണ്ടാക്കിയ ആ പായയുടെ അടയാളം കണ്ടപ്പോ കണ്ണീരൊഴുക്കിക്കൊണ്ട് ചോദിച്ച ഒരു ചരിത്രം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ. നബിയേ,
കിസ്രയുടെയും കൈസറിന്റെയും ഉടമസ്ഥന്മാർ, ആ കോട്ടക്കൊത്തളങ്ങളിൽ കഴിയുന്ന ആളുകൾ, ആ ഭരണാധികാരികൾ എത്ര സമൃദ്ധമായി ജീവിതം നയിക്കുന്നവരാണ്, സുഭിക്ഷമായി എത്ര ആഹാരം കഴിക്കുന്നവരാണ്, പട്ടുമെത്തകളിൽ അവർ കടന്ന് ഉറങ്ങുന്നവരാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഈ ആശങ്ക ഇങ്ങനെ പങ്കുവെക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അതിന് പറയുന്ന മറുപടി, ഉമറേ, അതിനെന്ത് പ്രശ്നമാണുള്ളത്? കാരണം അവർക്ക് ഈ ലോകത്ത്, ഭൗതിക ലോകത്തല്ലേ അവരുടെ സുഖങ്ങളും സൗകര്യങ്ങളും. നമുക്ക് ആ നേട്ടങ്ങൾ, അതിനേക്കാൾ ഉദാത്തമായ സൗകര്യങ്ങൾ ലഭ്യമാകുന്നത് പരലോകത്തല്ലയോ, ആഖിറത്തിലല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പന്നത എന്ന് പറഞ്ഞാൽ അത് മനോഭാവമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സാണ് തീരുമാനിക്കുന്നത്. എന്താണോ നമ്മളുടെ റിസ്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്, അതിൽ സംതൃപ്തിയോടെ നമ്മൾ കൈകാര്യം ചെയ്താൽ നമ്മളുടെ വീട്, നമുക്കുടുക്കാനുള്ള വസ്ത്രം, നമ്മളുടെ സഞ്ചാര സൗകര്യങ്ങൾ, നമ്മളുടെ കുടുംബ സംവിധാനങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം എന്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്. ആ നൽകിയ കാര്യങ്ങൾ ഖനാഅത്തോടെ, സംതൃപ്തിയോടെ നമ്മൾ ഏറ്റെടുത്ത് അള്ളാഹുവിന് നന്ദി ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യനായ ഒരു ഖനിയായിട്ട് തന്നെയാണ് അവൻ പരിഗണിക്കപ്പെടുക. അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന, ഷാക്കിറായിരിക്കുന്ന, നന്ദിയുള്ള ഒരു ഖനിയായിട്ട് തന്നെയാണ് അവൻ പരിഗണിക്കപ്പെടുക. എന്നാലോ ഈ കാര്യങ്ങൾ ഇതെന്റേതാണ്, എത്ര വലിയ സമ്പന്നനായിട്ടും കാര്യമില്ല. അത് ഖാറൂനിന്റെ വർത്തമാനമാണ്. ഖാറൂൻ വലിയ സമ്പന്നനാണ്, ലോകത്തുള്ള ഏറ്റവും വലിയ സമ്പന്നനാണ്. ആ സ്വഭാവം ഉമ്മമാരെ, ചെറുപ്പക്കാരെ നമ്മിലുണ്ടാകാൻ പാടില്ല. നമ്മൾ ഖാറൂൻ പറഞ്ഞതുപോലെ നാട്ടുകാരോടൊന്നും പറഞ്ഞോണമെന്നില്ല. നമ്മൾ ആരോടാ പറയാ? ചിലപ്പോ നമ്മുടെ ഭാര്യയോടായിരിക്കും പറയുക, ഞാൻ ഉണ്ടാക്കിയതാണ്, നിന്റെ തറവാട്ടിന്ന് കൊണ്ടുവന്നതല്ല. ചിലപ്പോൾ മുതിർന്നു വരുന്ന മക്കളോട് നമ്മൾ പ്രഖ്യാപിക്കും, ആ ഞാനൊക്കെ കണ്ടോ ഇത്ര കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പറമ്പ്, ഇങ്ങനെ ഉണ്ടാക്കിയ വീട്, നീ ഇങ്ങനെ നടന്നോ? മക്കളോട് പറയും. അതുപോലെ ചിലപ്പോ നാട്ടുകാരോടും നമ്മൾ പറയും. ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും അവരെ മര്യാദ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പോലും നമ്മിലൂടെ വന്നു പോകുമ്പോ നമ്മളുടെ ഈമാനിന്റെ അവസ്ഥ ദുർബലമായി പോകും. അല്ലാഹുവിലേക്കുള്ള ബന്ധിപ്പിക്കല് ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയ ഔദാര്യമാണ്, ഞാൻ അവന് നന്ദി ചെയ്യാൻ എന്റെ മേലിൽ നിർബന്ധമാണ് എന്ന കാര്യത്തെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകും. നമ്മൾ ഭാര്യയോട് എന്താ അർഹത അത് പറയാനുള്ളത്? ഇരിക്കുന്ന നമ്മളാരും പറഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. ഭാര്യ നമ്മളുടെ ഇണകളോട് നമ്മളുടെ സമ്പത്തിന്റെ ആ ശക്തിയോ നമ്മളുടെ കഠിനാധ്വാനത്തിന്റെ മേന്മയോ പറഞ്ഞ് അവരുടെ മുമ്പിൽ ആധിപത്യം ചെലുത്തേണ്ട ഒരു സാഹചര്യവും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളല്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? അള്ളാഹു നിനക്ക് ആ സമ്പത്ത് നൽകിയത് നിന്റെ ഭാര്യ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നതിലോടുകൂടിയാണ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ അള്ളാഹു തആല ഗിന കൊടുക്കാൻ, ഐശ്വര്യം കൊടുക്കാൻ, സമ്പന്നത കൊടുക്കാൻ ഖുർആൻ പറഞ്ഞ മാനദണ്ഡം കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. ഇനി ഇത് പോയിട്ട് വീട്ടിൽ തല്ലുകൂടരുത് കേട്ടോ. ഞാൻ നിങ്ങളോട് മുമ്പേ പറയാറുണ്ടല്ലോ ഞാൻ വന്നതിന് ശേഷമാണ് എന്നുള്ളത്. ഇനിയിപ്പോ ഉസ്താദും കൂടെ പറഞ്ഞില്ലേ എന്ന് പറയാൻ നിൽക്കരുത്. നമ്മൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചില ആളുകളോട് ചോദിക്കും, എന്താ മകന്റെ കല്യാണമൊന്നും ആയില്ലല്ലോ? അപ്പൊ പറയും, എന്താ പോക്ക്, എവിടുന്നാ പോൻ കിട്ടുക? എവിടുന്നാ കിട്ടുക എന്ന് ചോദിച്ചാൽ എവിടുന്ന് പൈസ എടുത്തിട്ടാ കിട്ടുക? എങ്ങനെയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടുവന്നാല് വീട്ടിൽ ഇപ്പൊ എങ്ങനെ പോകാൻ അതിനെ പോറ്റുക? എന്തെങ്കിലും ഒന്ന് ആവണ്ടേ? 26 27 28 29 കുട്ടികൾ അങ്ങനെ പോവാൻ ബാപ്പമാര് പ്രോത്സാഹിപ്പിക്കൂല. ചെറുപ്പക്കാരോട് നമ്മൾ ചോദിക്കും, എത്ര വയസ്സായി ചെറുപ്പക്കാരാ? നമ്മുടെ അടുത്ത സഹപ്രവർത്തകനൊക്കെ ആണല്ലോ. അവൻ പറയും, ഇപ്പൊ 27 28 ആയിണോന്ന് സംശയമുണ്ട്. എന്നാലും ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ ചിലപ്പോൾ 29 ആയിട്ടുണ്ടാവും. ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പോഴാണ് 2 3 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത്. ഇപ്പൊ SIR വന്നപ്പോഴാണ് അറിയുന്നത്. SLC ബുക്കിൽ ഒന്ന്, ആധാറിൽ വേറൊന്ന്. സുബ്ഹാനല്ലാഹ്. ചില മനുഷ്യന്മാരുണ്ടാവും
എന്റെ നാട്ടിലൊരു അധ്യാപകനുണ്ട്. എന്റെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാക്കിയത് മൂപ്പരാണെന്നുള്ള. മൂപ്പരപ്പൊ ആണെങ്കിൽ മൂപ്പര കൈ കിട്ടിയ പാവം വയസ്സായി പോയി. തമാശയിൽ പറയും മൂപ്പരാണ് എല്ലാവർക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാക്കിയത്. സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് വല്യമ്മമാരും ചേരുമ്പോൾ ചിലപ്പോൾ പ്രായമായിട്ടുണ്ടാവില്ല. ജ്യേഷ്ഠ സ്കൂളിൽ പോകുന്നുണ്ട്, ഇപ്പം വീട്ടിൽ നിന്ന് വികൃതിയായിട്ടു, അപ്പോഴേക്ക് അടുത്ത ആള് വീട്ടിൽ ഉണ്ടായിട്ടുണ്ടാവും ചെയ്യും. അപ്പൊ എന്താവും, സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് 4 വയസ്സ്, അപ്പൊ 5 വയസ്സാക്കുക. അത് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിന്റെ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്ന അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്താണ് കല്യാണം കഴിക്കാത്തത്? പൈസന്റെ കാര്യം പറയാം. അപ്പൊ ഞാന് ഈ നിക്കാഹിന്റെ സദസ്സുകളിലൊക്കെ ചെന്നിട്ട് അവിടെ ഒരു ഖുതുബ ഓതാറുണ്ട്. ചെറിയ ഖുതുബ ഓതും, പള്ളിയിലെ ഇമാമുമാരോ മുഅദ്ദിനുമാരോ ഒക്കെ ഓതും. അപ്പൊ അതിൽ ഓതുന്ന ആ ആയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന ആരോടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കിട്ടണ ആ പുതിയാപ്പിളയോടാണോ, അതോ കെട്ടിച്ചു കൊടുക്കുന്ന ആ വലിയനോടാണോ, അതോ ഇതൊന്നും പ്രാവർത്തികമാക്കാത്ത ബാക്കിയുള്ള ആളുകളോടാണോ? എന്താ പറയാറുള്ളത്? ഇവിടെ കല്യാണ സദസ്സിൽ വന്ന മനുഷ്യന്മാരെ, ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരെ, സാക്ഷിയായിരിക്കുന്നവരെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കൂ. ആർക്ക്? അൽ അയാമ. നിങ്ങളുടെ വീട്ടിൽ കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികളുണ്ടോ? നിങ്ങളുടെ വീടുകളിൽ കല്യാണം കഴിക്കാത്ത നിങ്ങളുടെ ആൺകുട്ടികളുണ്ടോ? അതിന് യോഗ്യരായ ആൺകുട്ടികളുണ്ടോ? ഓൽക്കൊക്കെ അത് പോയിട്ട് നിങ്ങൾ പെൺകുട്ടികളെ അന്വേഷിച്ച് കല്യാണം കഴിച്ചു കൊടുക്ക്. നിങ്ങളുടെ അടിമകളായ ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നുമുള്ള നല്ലവർക്കും നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കൂ. പരാതി എന്താ? പൈസ ഇല്ല എന്നുള്ളതല്ലേ. ഒരു ദരിദ്രനാണെങ്കിൽ അള്ളാഹു ആ വിവാഹത്തിലൂടെ അവന്റെ ഔദാര്യത്തിൽ നിന്നവർക്ക് സമ്പന്നത നൽകുന്നതാണ്. സ്വയം ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. പാപ്പാന്റെ സംരക്ഷണത്തിൽ ഇങ്ങനെ കഴിയായിരുന്നു, കല്യാണം കഴിച്ചു, ചിലപ്പം ഗൾഫ് പോയിട്ടുണ്ടാവും, നാട്ടിൽ സജീവമായിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ ജീവിതത്തിന്റെ നേട്ടങ്ങളും നന്മകളും ഈ ഇരിക്കുന്നവരിൽ 100% എന്ന് തന്നെ പറയാം. എങ്ങനെ ഉണ്ടായതാണ്? എന്റെ കല്യാണം കഴിഞ്ഞോടുകൂടെ ഞാൻ ആകെ ദരിദ്ര നാരായണനായി എന്നുള്ളതാണോ, അതോ അല്ലാഹു തആല നമുക്ക് നേട്ടങ്ങളും സൗകര്യങ്ങളും നൽകി എന്നുള്ളതാണോ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ പ്രിയതമയോട് അതിന്റെ കാര്യം പറയാൻ കഴിയുക? തിരിച്ച് ഇങ്ങോട്ടും പറയാൻ പാടില്ല എന്നാണ്. മക്കളോട് എങ്ങനെയാണ് അങ്ങനെ ഒരു മേന്മ നമുക്ക് നടിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് മദ്രസയോട്, പള്ളിയോട്, കൂട്ടുകുടുംബങ്ങളോട് അങ്ങനെ ഒരു കാര്യം നമുക്ക് അല്ലാഹു നൽകിയ റിസ്കിനെ സംബന്ധിച്ച് പറയാൻ കഴിയുന്നത്? അല്ലാഹു നമുക്കത് നൽകിയത് തന്നെ എന്തിനായിരിക്കും? നമ്മൾ കിണറിലെ വെള്ളത്തെ പറ്റി പറയാറില്ലേ? ഒരു കിണറിൽ ഇത് അയൽവാസിയുടെ വീട്, നിന്റെ വീട്, ഇത് മറ്റേ അയൽവാസിന്റെ വീട്. നിന്റെ വീട്ടിലെ കിണറിലായിരിക്കും വെള്ളം ഉണ്ടാവുക, അല്ലേ? ചിലപ്പോ അയൽവാസിയുടെ വീട്ടിലെ കിണറിൽ വെള്ളം ഉണ്ടാവൂല, അതല്ലെങ്കിൽ അയൽവാസിയുടെ വീട്ടിലെ മോട്ടറിൽ എന്തെങ്കിലും കേടുണ്ടാവും. ശരിക്കും അതിന്റെ നിയമം എന്താ? നിയമം എന്ന് പറഞ്ഞാൽ അതിന്റെ മാനുഷികമായ നിയമം മാത്രമല്ല, അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഈമാനികമായ സങ്കല്പം എന്താ? ഇയാളുടെ വീട്ടിൽ ഇങ്ങനെ പെയ്ത ആ വെള്ളം മാത്രമാണോ അയാളുടെ കിണറിലുള്ളത്? അല്ല, എല്ലാ വീടുകളിലൂടെയും അതിലൂടെയും ഭൂമിയുടെ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഒക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. ഇവന്റെ വീട്ടിൽ അല്ലാഹു തആല ആ കിണറിൽ നൽകിയേ ഉള്ളൂ, അത് കൊടുക്കേണ്ടതാണ്. ഒരാൾ വന്ന് ചോദിച്ചാൽ അത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. മാഊനിനെ തടയാന്ന് പറഞ്ഞാൽ, മാഊൻ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം വെള്ളം എന്ന് തന്നെയാണ്. അതല്ല, മാഊൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് പരോപകാരത്തിന് ഉപകാരപ്പെടുന്ന നിസ്സാരമായ വസ്തുക്കൾ എന്നതിന് അർത്ഥമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ അവകാശമല്ല. അല്ലാഹു തആല, ഞാൻ ഈ വെള്ളത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ നമ്മുടെ കൈകളിലേക്ക് അല്ലാഹു തആല ഈ സമ്പന്നത നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കൈകാര്യം ചെയ്യാനാണ്. അത് ഞാൻ നൽകുകയില്ല, പെങ്ങൾക്ക് കൊടുക്കൂല, ഇനി എന്റെ വീട്ടിലേക്ക് ഇതും ചോദിച്ചു വരരുത്. ഇതൊന്നും മുഅ്മിനീങ്ങൾ പറയില്ല കേട്ടോ, നമ്മൾ ആരും അങ്ങനെ പറഞ്ഞിട്ടുമല്ല. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ നേരിട്ട വലിയ ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. ആ പരീക്ഷണം എന്താണ്? അവിടുത്തെ പ്രിയമകളായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരായി കഠോരമായ ഒരു ആരോപണം കപടവിശ്വാസികളായ മദീനയിൽ ഉണ്ടായിരുന്ന കപടവിശ്വാസികൾ നടത്തുകയുണ്ടായി. റസൂലുള്ളാഹി തങ്ങൾക്കും വലിയ വിഷമമായി. എന്റെ സഹോദരിമാരെ, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ അവിടുത്തെ പ്രിയതമയായ ആയിഷ ബീവിക്കെതിരെ
നമുക്ക് ഇവിടെ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കുപ്രചാരണം ആളുകൾ അഴിച്ചുവിട്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അതിൽ സംശുദ്ധത ആഗ്രഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയോട് സിദ്ദീഖ് എന്നവരുടെ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടി പറഞ്ഞു. സ്വന്തം വീട്ടിലേക്ക് പോയി. ആയിഷ ബീവി വീട്ടിൽ പോയി. കരഞ്ഞു കലങ്ങിയവർ, തളർന്നുറങ്ങി അവർ. അവസാനം അവർ ആത്മധൈര്യത്തോടെ പറഞ്ഞു, ഇനി എന്റെ ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ് എന്ന കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂല് തീരുമാനം പറയണ്ട, ഖുർആൻ അതിൽ തീരുമാനം പറയട്ടെ, എങ്കിലേ ഞാൻ തിരിച്ചു വരികയുള്ളൂ. ഏതാനും ദിവസങ്ങൾ കഴിയേണ്ട താമസം സൂറത്തുൻ നൂറിലെ 20ഓളം വരുന്ന ആയത്തുകൾ അല്ലാഹു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് പറയാൻ വേണ്ടി അവതരിപ്പിച്ചു. ഒരു സ്ത്രീയെ, ഒരു പെണ്ണിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംരക്ഷിക്കുകയാണ്. അവർക്കെതിരായി പറഞ്ഞ ആരോപണത്തെ അല്ലാഹു നേരിടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹിന്റെയും ആയിഷ ബീവിയുടെയും അള്ളാഹുവിന്റെ ഒക്കെ നടപടി കഴിഞ്ഞു. പക്ഷെ അത് പറഞ്ഞും പ്രചരിപ്പിച്ചും നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമല്ലോ. വളരെ ഗൗരവമാണിത്. നമ്മളൊക്കെ തോന്നിയതുപോലെ എങ്ങനെ പറയാം, എന്തും പറയാം, ആർക്കും പറയാം. ഇവിടുന്ന് ചിലപ്പം കിട്ടിക്കോണമെന്നില്ല. ഇസ്ലാമിക ഭരണകൂടമാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ആ രൂപത്തിൽ പറഞ്ഞാൽ അയാളെ 80 അടി അടിക്കണം എന്നതാണ് നിയമം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദ പ്രചാരണം നടത്തിയ മുനാഫിഖീങ്ങളെയൊക്കെ അടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ഇത് തെറ്റിദ്ധരിക്കരുത്. മഹാന്മാരായ സ്വഹാബികളിൽപ്പെട്ട മഹാന്മാര് ചില ആളുകൾ ആ കാര്യം പറഞ്ഞിട്ടില്ല, അവരാരും ആരോപണം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോ ചിലപ്പോ എന്താണ് സംഭവം, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചോദിക്കുമല്ലോ. അങ്ങനെ ചില ആളുകൾ ആ കാര്യത്തിൽ ചില സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട സ്വഹാബിമാരിൽ ഒരാളായിരുന്നു ബദറിൽ പങ്കെടുത്ത മഹാനായ മിസ്തഹ് റളിയല്ലാഹു അൻഹു. നല്ല ഒരു ചെറുപ്പക്കാരനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധു കൂടിയാണ്. എന്ന് മാത്രമല്ല, മദീനയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നാണ് മിസ്തഹ് എന്നവർ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചിരുന്നത്. മിസ്തഹ് തന്റെ മകൾക്കെതിരായ ഈ അപവാദ പ്രചാരണത്തിൽ പങ്കുകൊണ്ടു എന്ന വിവരം സിദ്ദീഖ് എന്നവരറിഞ്ഞപ്പോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർമ്മലനാണ്. പക്ഷേ മകൾക്കെതിരായി ഇത്തരമൊരു ആരോപണം പറയുമ്പോ എത്ര ശക്തനായ പിതാവാണെങ്കിലും ദുർബലനായി പോകുമല്ലോ. സിദ്ദീഖ് എന്നവര് പ്രഖ്യാപിക്കുകയാണ്, മിസ്തഹിന് ഇനി എന്റെ വീട്ടിൽ ഭക്ഷണമില്ല, മിസ്തഹിന് ഇനി ആഹാരമില്ല, മിസ്തഹിന് ഇനി ഒന്നും ഞാൻ കൊടുക്കുകയേ ഇല്ല. അപ്പൊ നമ്മളിനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനെ ഞാൻ കല്യാണത്തിന് വിളിക്കൂല, ഓൾക്ക് നിന്റെ വീട്ടിൽ നിന്നൊന്നും കൊടുക്കൂല, ഇനി അവർക്ക് യാതൊന്നും കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു നൽകിയ റിസ്ഖിനെ ആ നിലക്ക് നമ്മളുടേതാക്കി ചുരുക്കുന്ന സ്വഭാവം ഉണ്ട്. ആ സിദ്ദീഖുള്ളാഹിനും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സമാധാനിക്കണ്ട. ഇത് സിദ്ദീഖ് എന്നവർ പറഞ്ഞുപോയി. പറഞ്ഞപ്പോഴോ അള്ളാഹു അത് തിരുത്തി. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം, മനസ്സ് വിശാലാക്കണം. എന്നാൽ അള്ളാഹു തആല നമുക്ക് എന്താ റിസ്ക് വിശാലാക്കി തരും. നോക്കി എന്താണ് അല്ലാഹു തആല പറയുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ കാര്യം പറഞ്ഞപ്പോ, വലാ യഖ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, നിങ്ങളിൽ ഔദാര്യമുള്ളവരും അല്ലാഹു ഭൗതിക വിശാലത നൽകിയവരുമായിരിക്കുന്ന ആളുകൾ ഒരിക്കലും സത്യം ചെയ്തു പറയാൻ പാടില്ല. അയ്യുതു ഉലിൽ ഖുർബാ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജറ വന്ന ഈ പാവപ്പെട്ടയാൾക്ക്, മിസ്കീനായിരിക്കുന്ന ആൾക്ക്, അടുത്ത ബന്ധുക്കളിൽപ്പെട്ടയാൾക്ക് ഞാനൊന്നും കൊടുക്കുകയേ ഇല്ല എന്ന് നിങ്ങളിൽപ്പെട്ട സൗകര്യമുള്ള ആളുകൾ ഒരിക്കലും സത്യം ചെയ്തു പറയാൻ പാടില്ല. അപ്പൊ നിങ്ങളുടെ മകളെ പറ്റി അങ്ങനെ പറഞ്ഞില്ലേ, വല്യഅഫു വല്യസ്ഫഹു, അവര് മാപ്പ് ചെയ്തു കൊടുക്കട്ടെ, അവർ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം.
അള്ളാഹു നിങ്ങളുടെ പാപങ്ങളാ പൊറുക്കുന്നതിലൂടെ, നിങ്ങൾ അവർക്ക് മാപ്പ് നൽകുന്നതിലൂടെ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് അള്ളാഹു ഖുർആനിലൂടെ ചോദിക്കുമ്പോ സിദ്ദീഖ് എന്നവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാ, അതേ നബിയേ, അള്ളാഹു എന്റെ ദോഷങ്ങൾ പൊറുക്കുന്നത് എനിക്കിഷ്ടമാണ് യാ റസൂലല്ലാഹ് എന്ന് പറയുക മാത്രമല്ല, മിസ്തഹ് എന്നവർക്ക് മുമ്പ് നൽകിയിരുന്നതിനേക്കാൾ വലിയ ആനുകൂല്യം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് നൽകാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അള്ളാഹു നൽകുന്ന ഈ ഭൗതിക വിഭവങ്ങൾ അത് നമ്മളുടേതാക്കി അഹങ്കരിക്കുക എന്നത് ഖാറൂനിന്റെ സ്വഭാവമാണ്. ഖാറൂൻ നിസ്സാരക്കാരനല്ല. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസാ നബിയുടെ അനുയായികളിൽപ്പെട്ടയാളായിരുന്നു ഖാറൂൻ. ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. വലിയ സമ്പത്ത് അവനുണ്ടായിരുന്നു, സൗകര്യങ്ങൾ അവനുണ്ടായിരുന്നു. ഇന്നുണ്ട് ഈജിപ്തിലൂടെ പോയാൽ ഖാറൂൻ ലേക്ക് എന്ന് പറഞ്ഞൊരു വലിയ തടാകം കാണാൻ കഴിയും. ആ തടാകത്തിന്റെ അവിടെ ഇരുന്നതിനെ ഖാറൂന്റെ കൊട്ടാരവും ഖാറൂന്റെ സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. മുഅ്മിനീങ്ങൾ ഇങ്ങനെ അവനോട് പറഞ്ഞു, എന്റെ പൊന്നാര ഖാറൂനെ, അള്ളാഹ് കൊടുക്കാനുള്ളത് നീ കൊടുക്കട്ടോ, അള്ളാഹ് നിനക്ക് ഒരുപാട് ഇഹ്സാൻ ചെയ്തില്ലേ, അതുകൊണ്ട് പടച്ചോന് കൊടുക്കാന്ന് പറഞ്ഞാൽ സക്കാത്ത് മാത്രമല്ല, നിന്റെ മാതാപിതാക്കള്, കുടുംബാംഗങ്ങള്, പള്ളി, മദ്രസ, പാവപ്പെട്ടവര്, ചുറ്റുപാടുകളിലുള്ളവര്, ഇതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ കൊടുക്കേണ്ട സംഗതിയാണ്. കൊടുക്ക ഖാറൂനെ. അവൻ പറഞ്ഞ മറുപടി എന്താണ്? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ, ഇതെന്റെ അറിവ് കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. ഇതെങ്ങനെ ഞാൻ സദഖ കൊടുക്കുക, ഇതിൽ നിന്ന് എങ്ങനെയാ ഞാൻ സക്കാത്ത് കൊടുക്കുക? ഏറ്റവും മോശമായ വർത്തമാനം ഇതാണ് നമ്മിൽ ഉണ്ടാവരുതെന്ന് പറഞ്ഞത്. അള്ളാഹുവിലേക്കാണ് നമ്മളുടെ മനസ്സ് സമർപ്പിക്കേണ്ടത്. അള്ളാഹുവാണത് നൽകുന്നവൻ. അത് നൽകാനുള്ള വഴികളാണ് നമ്മൾ തേടേണ്ടത്. ഇങ്ങനെ പറഞ്ഞ ഇവൻ ഉണ്ടായ സംഗതി എന്താണ്? അവനെയും അവന്റെ കൊട്ടാരത്തെയും ഭൂമിയിലേക്ക് നാം അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു. ഇത് പറഞ്ഞ അല്ലാഹു പറയുന്ന കാര്യമുണ്ട്, തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. സ്വർഗമാകുന്ന പരലോകത്തെ ആ വീട് നാം നൽകുന്നത് നല്ലവർക്കാണ്. ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കാത്തവർക്കാണ്. ഈ ഭൂമിയിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവർക്കാണ്. വൽ ആഖിബത്തു, അന്തിമ വിജയമുണ്ടല്ലോ. സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായി ലോകത്ത് നിന്ന് വിട പറയുന്ന സന്തോഷകരമായ സാഹചര്യമുണ്ടല്ലോ. ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ്. ആ റിസ്ക് ഒരിക്കലും ഹറാമാകരുത്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അള്ളാഹു നൽകുന്നതാണ് റിസ്ക്. ആ റിസ്ക് എങ്ങനെയാണ് റബ്ബ് അനുവദിക്കാത്ത രൂപത്തിൽ നമ്മൾ സ്വീകരിക്കുക എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നേരത്തെ ഓതിയ ആയത്തിൽ എന്താ? ഹലാലൻ ത്വയ്യിബാ, നല്ലതു മാത്രമേ ആഹരിക്കാവൂ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ജീവിതോപാധിയായി നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ആ കാര്യങ്ങളിൽ നമ്മൾ സത്യസന്ധത പുലർത്തിയാൽ, നമ്മൾ നീതി പുലർത്തിയാൽ, ആ വരുമാന മാർഗത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ സംഗതികളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇബാദത്തായി തന്നെയാണ് കണക്ക് കൂട്ടുക. എന്റെ ചെറുപ്പക്കാരാ, പള്ളിയിൽ ജനങ്ങൾ നീ സുബ്ഹ് നിസ്കാരത്തിന് അവരുടെ കൂടെ നീ നിൽക്കുകയാണ്. പള്ളിയിലെ ഇമാമ നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതുകയാണ്. അയാൾ അത് കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞ് അയാൾ ദുഹ നിസ്കരിക്കുകയാണ്. പള്ളിയിലെ ഇമാമ് സന്തോഷത്തോടുകൂടെ ഒരുപാട് സമയം പള്ളിയിലിരുന്ന് ഇഴ്തികാഫിരുന്ന് തഖ്വയോടുകൂടെ ജനങ്ങളെ ഉപദേശിച്ച് ഇമാമ് നിന്ന് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആ ഇമാമുണ്ടല്ലോ, അയാള് നല്ലയാളാണ്, ശ്രേഷ്ഠനാണ്, റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യനാണ്. നിനക്കാണെങ്കിൽ അങ്ങനെ പള്ളിയിൽ പോകാനുള്ള സാഹചര്യമില്ല.
നീ ഒരു പക്ഷേ ജമാഅത്തിന് പോകുന്നുണ്ട്, ഒരിക്കലും നീ നിസ്കാരം ഖളാ ആക്കാറില്ല. നിന്റെ പണി കച്ചവടമാണ്. ഉദാഹരണം, നീ പലചരക്ക് കച്ചവടം ചെയ്യുന്നയാളാണ്, അതല്ലെങ്കിൽ നീ കർഷകനാണ്. ആളുകൾ ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുമ്പോ പാടത്ത് പ്രയാസപ്പെട്ടുകൊണ്ട് നീ പണിയെടുക്കുകയാണ്, നീ വാഴയ്ക്ക് നീ വളമിടുകയാണ്, നീ നിസ്കാരം ഖളാ ആക്കാറില്ല. എന്നാൽ സുന്നത്ത് നിസ്കരിക്കാനും അവര് ചെയ്യുന്നത് പോലെ ഖുർആൻ ഓതാനും നിനക്ക് കഴിയുന്നില്ല. നീ നിന്റെ പലചരക്ക് കടയിലാണ് 24 മണിക്കൂറിൽ ഒരു 12 മണിക്കൂറുമുള്ളത്. നീ കഷ്ടപ്പെടുന്നുണ്ട്, നീ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി തിരൂരങ്ങാടിയിൽ പോകുന്നുണ്ട്, കോട്ടക്കളിലേക്ക് പോകുന്നുണ്ട്. നാളെ അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്നറിയുമോ? അത്താജിറു സ്വദൂഖുൽ അമീനു യൗമൽ ഖിയാമ. സത്യസന്ധനായ കച്ചവടക്കാരൻ, സത്യസന്ധനായ കച്ചവടക്കാരൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുമ്പോ അവൻ അല്ലാഹുവിന്റെ നബിമാരോടൊപ്പമാ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, അവൻ നല്ലവരോടൊപ്പമാ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഞാൻ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പലചരക്ക് കച്ചവടക്കാരനെ കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ഭർത്താക്കന്മാര് പലതരത്തിലുള്ള കച്ചവടങ്ങളിൽ ഏർപ്പെട്ടവരാണ്, ഗൾഫിൽ കച്ചവടം ചെയ്യുന്നവരാണ്, ഒരുപക്ഷെ ഓട്ടോ ഓടിക്കുന്നവരാണ്, പെയിന്റ് പണിക്ക് പോകുന്നവരാണ്, വലിയ മരങ്ങളിൽ കയറുന്നവരാണ്, കഠിനാധ്വാനങ്ങൾ നടത്തുന്നവരാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് 5 നേരം നിസ്കരിച്ച് തഖ്വയോടുകൂടെ കഴിയുന്ന മുഅ്മിനാണ് എങ്കിൽ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും, ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ ഭാര്യയുടെ വായിലേക്ക് നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണമുണ്ടല്ലോ, അതിന് പോലും അല്ലാഹു നിങ്ങൾക്ക് സ്വതക്കയുടെ കൂലി നൽകുമെങ്കിൽ നിങ്ങളാ ചെയ്യുന്ന യാത്ര ഇബാദത്താ, നിങ്ങളാ ചെയ്യുന്ന കച്ചവടം അല്ലാഹുവിനുള്ള ഇബാദത്താണ്. പക്ഷേ അതെന്താവണം? സത്യസന്ധതയോടെ ആവണം, നീതിയോടെ ആകണം. ആ നീതിയുടെ മാർഗമാണ്, ആ സത്യസന്ധതയുടെ മാർഗമാണ് ഹലാലും ത്വയ്യിബും തേടുന്ന കാര്യത്തിൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സംസ്കാരം. ഖുറൈശികൾ എന്ന് പറഞ്ഞ ലോകത്തെ വലിയ കച്ചവടക്കാരായിരുന്നു. ഒരിടത്ര വലിയ കച്ചവടക്കാരാണുള്ളത്. ലീലാഫി ഖുറൈശിൻ ലീലാഫിഹിം റിഹ്ലത്തുശ് ശിതാഇ വസ്സൈഫ്. ഖുർആനിൽ പറയുന്നുണ്ട് അല്ലാഹു തആല, ബാക്കിയുള്ളവർക്കൊക്കെ ഏതെങ്കിലും ഒരു സീസൺ ഉണ്ടായിരുന്നുള്ളൂ, ഇവർക്ക് ഷിതായിലും സൈഫിലും ഉഷ്ണകാലത്തും ശൈത്യകാലത്തും യമനിലേക്കും ഷാമിലേക്കും ഒക്കെ വലിയ കച്ചവടം ചെയ്യുന്ന വലിയ കച്ചവടക്കാർ. റസൂലുള്ളാഹി കച്ചവടം ചെയ്തില്ലേ? വലിയ കച്ചവടക്കാർ. പക്ഷെ ആ കച്ചവടത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, കച്ചവടത്തിലുള്ള വിനയം, കച്ചവടത്തിലുള്ള വിട്ടുവീഴ്ച, കച്ചവടത്തിൽ മാത്രമല്ല ഏത് തൊഴിലിന്റെയും മാന്യത. റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചു ഒരു സ്വഹാബി വന്നിട്ട്, റസൂലുള്ളാഹി തങ്ങളുടെ കൈ പിടിച്ചപ്പോൾ, നബിയുടെ കൈ എന്ന് പറഞ്ഞാൽ മൃദുലമായ കൈകളാണല്ലോ, ഈ സ്വഹാബിയുടെ കൈകളാണെങ്കിലോ ഭയങ്കര കട്ടിയുള്ള കൈകളാണ്. അപ്പൊ നബി ആ കൈകൾ ഇങ്ങനെ നോക്കിയിട്ട്, എന്താ നിങ്ങളുടെ കൈക്ക് ഭയങ്കര തഴമ്പ് അല്ലെങ്കിൽ കട്ടിയാണല്ലോ. അയാളുടെ തൊഴിൽ പറഞ്ഞു, നബിയെ ഞാനിങ്ങനെ ഈത്തപ്പനകൾക്കൊക്കെ ഇങ്ങനെ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ഒരാളാണ്. അള്ളാഹുവിന്റെ റസൂൽ ഉറക്കെ പറഞ്ഞു എന്നാണ്, നിങ്ങൾക്ക് അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന കൈകൾ കാണണതെ ഈ മനുഷ്യന്റെ കൈകളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംസ്കാരമാണ് മദീനയിൽ ഉണ്ടായത്. അവിടെ ഹറാമായ കച്ചവടങ്ങൾ വളർന്നില്ല, അവിടെ പലിശ വ്യാപകമായില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായിട്ട് എടുത്തുപോയി. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അപ്പൊ എല്ലാവരും ഹലാലായ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ടാവുമല്ലോ, നല്ലൊരു സ്വതക്ക നിങ്ങളുടെ ബക്കറ്റുമായിട്ട് എല്ലാവരും എഴുന്നേറ്റ് ഒരു സ്വലാത്തൊക്കെ ചൊല്ലിയാൽ എല്ലാവർക്കും ഉഷാറാവും. 10 മണി വരെയാണ് നമ്മളുടെ വാളിന്റെ ഏകദേശ സമയം പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ദുആയും വേണം, അതോടൊപ്പം നമുക്ക് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും ഇൻഷാ അല്ലാഹ്. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി. سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. ഇൻഷാ അല്ലാഹ് ഉറക്കം അശ്രദ്ധയൊക്കെ പോയ ആൾക്കാർ അവിടെ തന്നെ ഇരിക്കും. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട് നല്ല കനത്തിലുള്ള ഒരു സ്വതക്ക.
നിങ്ങൾ ആ ബക്കറ്റിലേക്ക് ഇടണം എന്ന് ഞാൻ മുഅ്മിനീങ്ങളോടൊക്കെ പറയാണ്. പടച്ച തമ്പുരാനെ, എന്ത് ഹലാലായ നിയ്യത്തോടെയാണോ ആ ബക്കറ്റിലേക്ക് മുഅ്മിനീങ്ങൾ സ്വതക്ക ചെയ്യുന്നത്, ആ സ്വതക്കകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ, നബിയുടെ സ്വഹാബികളിൽ വലിയ എത്ര തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ തൊഴിലുകളാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തൊഴിലുകളെ പ്രോത്സാഹിപ്പിച്ചു. അതിനുവേണ്ടിയുള്ള ഉറക്കമൊഴിക്കലുകൾ, അതിനുവേണ്ടിയുള്ള യാത്രകൾ, അതിനുവേണ്ടിയുള്ള എല്ലാറ്റിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്കിടയിൽ വലിയ അഭിമാനത്തോടെ പരാമർശിച്ചു. എന്നിട്ട് അവരോട് നിരന്തരം പറഞ്ഞ കാര്യം, ഈ സമ്പത്തിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന നിഷിദ്ധമാകുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതിന്റെ ഒരൽപ്പം പോലും നിങ്ങൾ തുറന്നു പോകേക്കരുത്. പ്രത്യേകിച്ച് ഖിയാമത്ത് നാളിനോട് അടുക്കുമ്പോ ലോകത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ വിവരിക്കുന്ന കൂട്ടത്തിൽ അവിടുന്ന് പറയുകയാണ്, ജനങ്ങളുടെ മേലൊരു കാലം വരാനുണ്ട്. കേൾക്കണം നിങ്ങൾ സഹോദരിമാര്, കേൾക്കണം. ഒരാളും കാര്യമാക്കുകയില്ല, ഒരു വിഷയമല്ല. എന്ത്? അവരെടുക്കുന്ന ധനം, അവരുടെ ഭക്ഷണം, അവരുടെ വാഹനം, അവരുടെ വസ്ത്രം, അവരുടെ വീട്, അത് ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ? ഓൽക്ക് എന്തുണ്ടായാൽ മതി? വാഹനം ഉണ്ടായാൽ മതി. അത് ഹറാമിലൂടെയാണോ ഹലാലിലൂടെയാണോ പരിഗണിക്കേണ്ട കാര്യമില്ല. പ്രശ്നാക്കൂല ആൾക്കാര്. അതിനെ സംബന്ധിച്ച് പറഞ്ഞാലോ, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണർത്തിയാലോ, നമ്മൾ വളരെ ഗൗരവത്തോടെ ആ കാര്യം ചിന്തിക്കണം. എങ്ങനെയാണ് നമുക്ക് അല്ലാഹു തആല ഉത്തരം നൽകുക? എങ്ങനെയാണ് നമ്മളുടെ പ്രശ്നം പരിഹരിക്കുക? എന്താ കാര്യം? അത്രയധികം പലിശ വ്യാപകമാണ്. പലിശ എന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. എന്തിനാണ് പറയണമെന്നറിയോ? നമുക്കിടയിൽ പണ്ടത്തെ കാലത്തൊക്കെ എന്തെങ്കിലും പണയം വെക്കലോ എന്തെങ്കിലും അത്യാവശ്യത്തിന്, അങ്ങനെ അതിനെ ഞാൻ നിസ്സാരവൽക്കരിച്ച് പറയല്ല, അതൊക്കെ ഒന്നോ രണ്ടോ ആളുകൾക്ക്. ഇനി അങ്ങനെ വലുതുണ്ടെങ്കിൽ തന്നെ ഓരുടെ പണി എന്തായിരുന്നു? പടച്ചോനെ, എങ്ങനെയാണത് എടുക്കുക? പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബേജാറായിരിക്കും. ഭർത്താവിന് ആ കാര്യത്തിൽ എപ്പോഴും ഭയപ്പെടുത്തും. നമ്മുടെ സഹോദരിമാര്, പഴയ സഹോദരിമാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്നാൽ ഇന്നോ, ഞാൻ അത് വിഷയം പറയുന്നില്ല, വളരെ അപകടമല്ലേ? എങ്ങനെയാണ് നമുക്കിടയിൽ അത് ഇത്ര നിസ്സാരമായി പോയത്? എന്താ അതിന്റെ ആ ഹറാമ് നമ്മളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്താത്തത്? എവിടെ പോയി ആ ഭീതി? എന്നിട്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരിഭവിച്ചിട്ട് കാര്യമുണ്ടോ? റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാമത്ത് നാളിനോടടുത്ത് ഒരാൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഒരു ഹറാമും കഴിക്കൂല, ഒരു പലിശയും ഞാൻ ഉപയോഗിക്കുകയില്ല എന്നൊരാൾ അങ്ങ് തീരുമാനിച്ചാൽ അയാൾക്കത് ഇല്ലാതെ കഴിയില്ല എന്ന് പറയാൻ എന്താ ഉദാഹരണം പറഞ്ഞെന്നറിയോ? അയാൾക്കതിന്റെ പൊടിയിൽ നിന്ന് വല്ലതും അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഞാൻ ഇനി പലിശ ഒന്നുമില്ല, അപ്പൊ എന്റെ കാര്യം പറയാം, അങ്ങനത്തെ ഒരു കാര്യത്തോടും ബന്ധപ്പെടൂലാന്ന് ഒരു മുസ്ലിയാര് വാഴ് പറയുന്ന ആളുകൾക്ക് എനിക്ക് തീരുമാനിക്കാലോ. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മളുടെ വാഹനമാണെങ്കിലും വീടാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു സംവിധാനങ്ങളാണെങ്കിലും ഇടപെടുന്ന മറ്റു രീതികളാണെങ്കിലും അതിലൊന്നും ഈ പറഞ്ഞൊന്നും ഉണ്ടാവരുത്, ഒരു ഹറാം ഉണ്ടാവരുത്, ഒരു പലിശ ഉണ്ടാവരുത് എന്ന് നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചു പോയാലും എവിടുന്നെങ്കിലും അതിന്റെ പൊടിയെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പൊടിയെങ്കിലും കിട്ടുന്നു, ഒഴിവാക്കാൻ കഴിയില്ല. അപ്പൊ എന്താ ചെയ്യാ? പൂർണ്ണമായിട്ട് ഒഴിവാക്കി ജീവിക്കാൻ കഴിയുന്ന എത്രയോ സ്വാലിഹ്യങ്ങളുണ്ട്, ഒഴിവാക്കുന്ന മഹാന്മാരുണ്ട്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മഹാരഥന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇങ്ങനെ സമസ്തയുടെ മഹാന്മാരായ അസാധ്യത്തിനെ കുറിച്ച്, ഉസ്താദുമാരെ കുറിച്ചൊക്കെ ഇങ്ങനെ വഅദ് പറയുമ്പോ നമ്മൾ കേൾക്കാറുള്ളത്. കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പില് എന്തെങ്കിലും കൊടുത്താല് പറയുന്നത് എവിടുന്ന് കിട്ടിയതാണ്, ഇതെങ്ങനെ കിട്ടിയതാണ്, ആര് തന്നതാണ്, നിനക്കെന്താ പണി, ഇങ്ങനെയൊക്കെ ചോദിക്കും. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരെങ്ങനെയാണ്? അവര് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടും. എന്റെ പ്രിയപ്പെട്ടവരെ, അത്തരം കാര്യങ്ങളെ നിസ്സാരമാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ സംഗതിയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, അങ്ങനെ പലിശക്ക് ലോൺ എടുത്താലേ ഇത് നടക്കുള്ളൂ. എത്രത്തോളം എന്ന് വെച്ചാൽ എന്തതിന്റെ ഒരു തമാശ എന്ന് പറയും. തമാശ അല്ല. ഞാനിപ്പോ ഇങ്ങനെ അടുത്ത് എന്നോടൊരു ഈ പ്രദേശത്തുള്ള പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയും, അങ്ങനത്തെ ഒരു നമ്മളുടെ ഈ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കറ്റ് ആയിരിക്കുന്ന ഒരു സംഘടനയുടെ, രാഷ്ട്രീയ സംഘടനയുടെ പ്രമുഖനായ ഒരു നേതാവിനോട് പറഞ്ഞു, ഹുദവി, നിങ്ങൾ വഅദ് പറയുമ്പോൾ ഈ രക്ഷിതാക്കളോടൊക്കെ നമ്മളുടെ ഈ കുട്ടികൾ പ്ലസ് 2, പ്ലസ് 1, ഡിഗ്രി ഈ തലത്തിലൊക്കെയുള്ള കുട്ടികൾ
ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ പറയണേന്ന് പറഞ്ഞു. അദ്ദേഹം കുറെ ഡോക്യുമെന്റ്സ്, അയാളുടെ അടുക്കൽ വന്ന കേസുകളുടെ ഡോക്യുമെന്റ്സ് എനിക്ക് അയച്ചു. എന്താ കാര്യം? ഈ കുട്ടികൾ മൊബൈൽ വാങ്ങിയിരിക്കുകയാണ്, ഈ കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോൺ എടുത്തിരിക്കുകയാണ്, ഈ കുട്ടികൾക്ക് സാധനങ്ങൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഫോൺ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ചെറിയ കുട്ടികളാണ്, ഒരു വിശ്വാസ്യതയുമില്ലാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന, ഒരുപക്ഷെ ആ കുട്ടികളുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചേക്കാവുന്ന ഈ നിയമപരമല്ലാത്ത നിരവധിയായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ കൈകളിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവര് വലുതായിട്ടില്ല. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ ത്വലാഖ് ചൊല്ലി. ത്വലാഖ് ചൊല്ലേണ്ടി വന്നു. എന്താ കാര്യം എന്നറിയോ? ത്വലാഖ് ചെല്ലാനുള്ള കാരണം ഇങ്ങനെ വിഷയങ്ങൾ, ഞങ്ങളെപ്പോലത്തെ ഈ മുസ്ലിംമാർ തന്നെ പണി എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ചിലപ്പോൾ ഉസ്താദുമാരാകുമ്പോൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ ചിലപ്പോൾ അത്ര കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. അപ്പൊ ഈ പെൺകുട്ടിയുടെ പ്രശ്നം എന്താ? ഇവൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, അവർ ഒരുമിച്ച് കൂടിയിട്ട് ആദ്യം ചോദിക്കുകയാണ്, ഒരു 25 ലക്ഷം റുപ്യ നിന്റെ വാപ്പായോട് വാങ്ങിച്ചു തരണം. അങ്ങനെ പിന്നെ 20ആയി, 15ആയി, 10ആയി ഉപദ്രവിക്കാൻ തുടങ്ങി. കുട്ടി ഇതാരോടും പറയില്ല. അങ്ങനെ അവസാനം ഒരിക്കൽ 3-4 മാസം കഴിഞ്ഞപ്പോൾ ഈ ഒരാവശ്യം ഉമ്മയുടെ മുമ്പിൽ ഉന്നയിച്ചു. ഇങ്ങനെ 5 ലക്ഷം, 10 ലക്ഷം, 25 ലക്ഷം. ഉമ്മ വല്ലാതെ ബേജാറായി പോയി, എന്താ കാര്യം എന്നറിയില്ല. അങ്ങനെ ഈ പെൺകുട്ടി ഉമ്മയുടെ മുമ്പിൽ പൊട്ടിക്കരയാണ്. ഓരോ ദിവസവും അനുഭവിക്കേണ്ടി വന്ന വലിയ സങ്കടം പറയാണ്. ഇതിന്റെ പിന്നാലെ പോയി അന്വേഷിച്ചപ്പോഴാണ് ഈ പിതാവിനാകെ പ്രശ്നമായി. 25 ലക്ഷവും അന്വേഷിച്ചു നോക്കുമ്പോ എന്താ, ഈ ചെറുപ്പക്കാരന്റെ ഉപ്പാക്ക് വേണ്ടി 25 ലക്ഷം കടന്നതറിയില്ല, ഉമ്മാക്കറിയില്ല. എന്തോ തരത്തിലുള്ള ഓൺലൈൻ സമ്പ്രദായങ്ങളിലൂടെ, പരിപാടികളിലൂടെ ഇവൻ എന്തോ ലോൺ എടുത്തതാണ്. ചെറിയ പൈസ എടുത്തിരുന്നുള്ളൂ, 2, 3, 4 കൊല്ലങ്ങൾക്ക് മുമ്പ് എടുത്തതാണ്. അവൻ അതുമായിട്ട് എന്തൊക്കെയോ കച്ചവടം നടത്തി എന്നൊക്കെ പറയുന്നു. അള്ളാഹു ആലം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സംഖ്യയുടെ അടുത്ത് കിട്ടിയാലേ ഓൻ ആ ടീം രക്ഷപ്പെടുത്തുള്ളൂ എന്നാ പറയുന്നത്. പോലീസ് കേസ് കൊടുത്തിട്ട് കാര്യം? ഇവൻ എങ്ങനെ രക്ഷപ്പെടുത്തുക? അവസാനം ദൗർഭാഗ്യവശാൽ അവർ മുന്നോട്ട് പോകാൻ കഴിയാതെ അവർ വിവാഹമോചനം നടത്തേണ്ടി വന്നു. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്, ഈ ലോകത്ത് നമ്മൾ ഈ കാണുന്ന എല്ലാ പുരോഗതികളുടെയും അടിസ്ഥാനം ഹലാലായ സമ്പാദ്യം മാത്രമാണ്. ഈ മദ്രസ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ സ്ഥലം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഹലാലാണെങ്കിലേ നിലനിൽക്കുകയുള്ളൂ. അനുവദനീയമായതിലൂടെയുള്ളതല്ലാത്ത ഒന്നുമേ നിലനിൽക്കുകയില്ല. നിങ്ങൾ അങ്ങനെ കൊടുത്താൽ അല്ലാഹുവിന് അത് ആവശ്യവുമില്ല. പലിശയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളെ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു നല്ലവനാണ്, നല്ലതിനെയല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല. എന്തേ നിങ്ങളുടെ നാട്ടിൽ ഏക്കർ കണക്കിന് സ്ഥലം പള്ളിക്കുണ്ടായിരിക്കുന്നു? എങ്ങനെയാ മദ്രസകൾ ഉണ്ടായത്? എങ്ങനെയാണ് അന്തസ്സോടെ നമ്മളുടെ ഉപ്പമാർ നമുക്ക് അവരുടെ സമ്പാദ്യം കൈമാറ്റം ചെയ്തു തന്നത്? അവർക്ക് വല്ല ഭയം ഉണ്ടായിരുന്നു? നിങ്ങൾ പറ. ഉമ്മമാരെ, നിങ്ങളുടെ ഉമ്മമാര് അന്തസ്സോടെ ജീവിച്ച്, അവർ അവരുടെ കൊച്ചു വീടുകളിൽ ജീവിച്ച്, അവരുടെ ഉള്ള സൗകര്യങ്ങളിൽ കഴിഞ്ഞുകൂടി. നിങ്ങൾ ഉൾപ്പെടെയുള്ള ആ സഹോദരിമാര്, നിങ്ങളുടെ പെൺകുട്ടികളെ, നിങ്ങളുടെ സഹോദരിമാര് ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചയച്ച് അവർ അവിടെ സൽക്കരിച്ച് ഇങ്ങനെ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയില്ലേ? അവർക്ക് അതിന്റെ പേരിലുള്ള പരിഭവങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. അവർ ഈ ദുനിയാവിലുള്ള ജീവിതത്തെ അവർ അവരുടെ ഈമാൻ കൊണ്ട് അതിജയിച്ചില്ലേ? അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഹറാം കളരാത്ത സമ്പാദ്യത്തിന്റെ കാലമായിരുന്നു അത്. ഞാൻ നിങ്ങളെയൊക്കെ വിഷമിപ്പിച്ച് ഇനി പടച്ചോനെ ഞങ്ങളൊക്കെ ഹറാം ചെയ്യുന്നവരാണല്ലോ, ഹറാമായ സമ്പാദ്യമുള്ളവരാണല്ലോ എന്ന് ദുഃഖിക്കുവാനല്ല, സൂക്ഷ്മതയോടെ ജീവിക്കുവാനാണ്, ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുവാനാണ്. നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ഈ അനുഗ്രഹങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, ദ്രുതഗതിയിൽ സമ്പാദ്യം ഉണ്ടാക്കണം. അങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ കിട്ടുന്ന വഴി ഏത് വിധേനയും സ്വീകരിക്കണം. അതിന് പലിശക്ക് ലോൺ എടുത്തായാലും, വട്ടിപ്പലിശക്ക് എടുത്താലും, മോഷ്ടിച്ചിട്ടായാലും, കൈക്കൂലി വാങ്ങിയിട്ടായാലും
നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധി എന്താണെന്നറിയോ? ഒന്ന്, അവന്റെ ജീവിതമാകമാനം അപലക്ഷണമായിരിക്കും. സന്തോഷം എന്ന് പറയുന്ന ഒന്ന്, സമാധാനം എന്ന് പറയുന്ന ഒന്ന് അവരിൽ ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവന്റെ ആശങ്കയും ഉത്കണ്ഠയും സങ്കടവും ഈ പറയുന്ന ഐഹിക ലോകത്തെ ഈ വിഭവങ്ങളാണ് എങ്കിൽ അവന്റെ കണ്ണുകൾക്കിടയില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദാരിദ്ര്യത്തെ നിക്ഷേപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിനുള്ള വലിയൊരു ഉപദേശം എന്താണെന്നറിയോ?